CT Trigonometry Stress Analysis. മൊഡ്യൂൾ 1 സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രെസ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അടുത്ത പാർട്ട് 2 ആയിട്ട് ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രെസ്സർ. ഇതിൽ വരുന്നത് ഓരോ ഡിഫ്ലക്ഷൻ മെത്തേഡ്സ് ആണ്. മെത്തേഡ് ഓഫ് സക്സസീവ് ഇന്റഗ്രേഷൻ, മൊമെന്റ് ഏരിയ മെത്തേഡ്, കാസ്റ്റിഗ്ലിയാനോ തിയറി. ആദ്യം സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഒരു സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സപ്പോർട്ട് റിയാക്ഷൻസും അതിന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് സക്സസീവ് ഇന്റഗ്രേഷൻ ഓർ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് ഓൾ ഡിഫ്ലക്ഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൊമെന്റ് and this procedure to establish equation for slope and deflection at a point along longitudinal axis. The equation is given by d square y by dx square equal to mi. ഇതിൽ ഒരു m എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെന്റ് ആൻഡ് dy by dx എന്ന് പറഞ്ഞാലാണ് അതിന്റെ സ്ലോപ്പ് ആൻഡ് y ഈക്വൽ ടു ഡിഫ്ലക്ഷൻ. പ്രോബ്ലത്തിലേക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. Using double integration method, establish equation for slope and deflection for uniformly loaded beam shown in the figure. Evaluate the deflection at midspan and slope at support A. EI is constant. ഇതിന്റെ ഫ്ലെക്സുവൽ റിജിഡിറ്റി ആയിട്ടുള്ള EI കോൺസ്റ്റന്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അവിടെ രണ്ട് റിയാക്ഷൻസ് RT വരുന്നുണ്ട്, പിന്നെ യൂണിഫോംലി ലോഡഡ് ആയിട്ട് W/മീറ്റർ. ആദ്യം നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കും. RA plus RB ഈക്വൽ ടു ഈ RA plus RB ഈക്വൽ ടു W നമ്മുടെ ലോഡ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ബീം. സോ RA ഈക്വൽ ടു RB ഈക്വൽ ടു WL/2 ആസ് അതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട്. ഇനി നമ്മൾ ഒരു സെക്ഷൻ XX കൺസിഡർ ചെയ്യാണ്. അവിടെ മൊമെന്റ് അബൌട്ട്, എന്നിട്ട് നമ്മൾ ആ എക്സിലേക്ക് മൊമെന്റ് എടുക്കുക. സോ RA ഇവിടുന്ന് വരുന്ന RA ഇൻറ്റു എക്സ്, ദെൻ ഈ ഇവിടുന്ന് വരുന്ന ഈ W മൈനസ് W ഇൻറ്റു ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് ഇൻറ്റു x/2. എക്സിന്റെ പകുതി നമ്മൾ UDL ആകുമ്പോൾ അങ്ങനെയാണ് കൊടുക്കുക. സോ അതൊന്ന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് WL/2 ആണ് നമ്മുടെ RA. സോ WL/2 ഇൻറ്റു എക്സ് മൈനസ് WX²/2. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മള് ഈ ഡബിൾ സക്സസീവ് ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WLX/2 മൈനസ് WX²/2 ഈക്വൽ ടു EI d²y/dx². നമുക്ക് ഇനി d²y/dx² കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് dy/dx ആണ്, അതാണ് അതിന്റെ സ്ലോപ്പ്. y എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ. സോ അത് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ ഒരു ടൈം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ EI dy/dx ഈക്വൽ ടു WLX²/4 മൈനസ് WX³/6 പ്ലസ് C1. രണ്ടാമത്തെ തവണ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടും. EI ഈക്വൽ ടു y equal to WL/4 x³/3 minus W/6 x⁴/4 പ്ലസ് അതിൽ വരുന്ന നമ്മുടെ കോയിഫിഷ്യന്റിന്റെ C1x പ്ലസ് C2. ഇതിൽ നമുക്ക് C1 C2 നമ്മുടെ കോൺസ്റ്റന്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കും. അറ്റ് x ഈക്വൽ ടു 0 ആണെങ്കിൽ y ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ x 0 ആണെങ്കിൽ നമ്മുടെ y ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. സോ C2 ഈക്വൽ ടു 0. അറ്റ് x ഈക്വൽ ടു L, ഒരു ബീമില് x ഈക്വൽ ടു L ആണെങ്കിലും y ഈക്വൽ ടു 0 ആയിരിക്കും ഈ പോർഷനിൽ. സോ 0 ഈക്വൽ ടു W
WL by 4 into L cube by 3 minus W by 6 into L power 4 by 4 plus C1L. നമ്മളതൊന്ന് ഓർഡർ ആക്കി വരുമ്പോൾ നമുക്ക് C1 equal to minus WL cube by 24 കിട്ടും. സോ C1 C2 കിട്ടിയത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dy equal to WLX square 4EI minus WX cube 6EI minus WL cube by 24EI കിട്ടും. ഇനി ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ അറ്റ് x equal to L, ഒരു സ്പാൻ ടോട്ടൽ സ്പാൻ L നമുക്ക് സെന്ററിലെ ഡിഫ്ലക്ഷൻ ആണ് കാണേണ്ടത്. സോ y equal to നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സിന്റെ അവിടെയൊക്കെ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് y equal to minus 5 WL power 4 by 384 EI, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ ഡിഫ്ലക്ഷൻ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വരുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ ആണ് 5 WL power 4 by 384 EI. ഇനി അടുത്തത് നമ്മൾ കാൻഡിലിവർ ബീമിൽ ഈ ഒരു ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ചെയ്യാം. സോ ഒരു കാൻഡിലിവർ ബീം, അതിൽ നമ്മൾ അതിന്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് P വരുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് L ആണ്. സോ mx ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു x എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ എടുത്തിട്ട് അവിടേക്ക് മൊമെന്റ് എടുക്കുവാണ്. സോ mx ഈസ് ഈക്വൽ ടു മൈനസ് പി എൽ മൈനസ് എക്സ്. ഇനി നമ്മുടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇടുമ്പോൾ EI ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇത് നമ്മൾ ട്വൈസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് C1 കോൺസ്റ്റന്റ് വരും. അടുത്ത ഇന്റഗ്രേഷനിൽ C1x പ്ലസ് C2 ഒരു കോൺസ്റ്റന്റ് വരും. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുന്ന x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. സോ നമുക്ക് C2 ഈക്വൽ ടു 0 വരെ, x ഈക്വൽ ടു 0, dy ബൈ ഡി x ഈക്വൽ ടു 0, ഫിക്സഡ് എൻഡിൽ അതും 0 ആണ്. സോ C1 ഈക്വൽ ടു 0 വരും. സോ E1 EIY ഈക്വൽ ടു മൈനസ് പി എൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 6. y ഈസ് ഈക്വൽ ടു മൈനസ് പി EIY എൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 6 വരും. ഇനി നമുക്ക് അറ്റ് ബി, അതിന്റെ ഫ്രീ എൻഡിൽ അറ്റ് ബി എക്സ് ഈക്വൽ ടു എല്ലില് y ഈക്വൽ ടു, നമുക്ക് ഡിഫ്ലക്ഷൻ വേണ്ടത് ഒരു കാൻഡിലിവർ ബീമില് ഡിഫ്ലക്ഷൻ വരിക ഇങ്ങനെയാണ്. ഈ ഒരു പോർഷൻ, ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ y എന്ന് പറയുന്നത് കാൻഡിലിവർ ബീമില്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു എല്ലില് നമുക്ക് കിട്ടിയ വൈയില് എക്സിന്റെ ഭാഗത്ത് y ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു മൈനസ് പി എൽ ക്യൂബ് ബൈ 3EI കിട്ടും. അതാണ് ഒരു കാൻഡിലിവർ ബീമിന്റെ ഡിഫ്ലക്ഷൻ. അടുത്ത മെത്തേഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സ്ട്രെയിൻ എനർജി എന്താണെന്ന് അറിയണം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ when a body is subjected to external force within the elastic limit, the body deforms and hence work is done. And ഈ ഒരു വർക്ക് ഡൺ ഒരു ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്കൊരു ഫോഴ്സ് തട്ടിന്റെ സ്ട്രെയിൻ എനർജി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ആ ഒരു ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരും ബൈ യൂട്ടിലൈസിങ് ദിസ് ഇന്റേണൽ സ്ട്രെയിൻ എനർജി. ആ ഒരു സ്റ്റോർ ചെയ്ത ഇന്റേണൽ സ്ട്രെയിൻ എനർജിക്കാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുക. സോ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ്, അത് നമുക്ക് ഇനി അടുത്തൊരു ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷനൊക്കെ വേണ്ടിയിട്ട് കൺസിഡർ എ ബീം ഓഫ് ലെങ്ത് L. ഒരു ബീമിനെ കൺസിഡർ ചെയ്യാണ് ഓഫ് എ ലെങ്ത് L ആൻഡ് എ ക്രോസ് സെക്ഷണൽ ഏരിയ B into D subjected to pure bending. Let an elementary area DA, അതിന്റെ ഒരു ചെറിയ പോർഷനിൽ ഏരിയ ആണ് DA at a distance y from neutral axis. From bending theory നമുക്ക് m by I equal to f by y, f is equal to m by I y by. I എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ E is the modulus of elasticity.
The strain energy in the element നമുക്കറിയാം SE equal to half FE dV. So half my by നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 1/2 m² y by I² E dV വരും. So the strain energy in the beam will be SEB. Our B in the portionless strain energy integrating 1/2 m² y by EI² dV at 0 to L. dV is equal to അതിന്റെ ആ ഒരു മൊത്തം വോളിയം അത് നമുക്ക് dA into dx. So അത് with respect to A ലിമിറ്റിലും 0 to L നമുക്ക് ചെയ്യാം ഏരിയയും ലെങ്ത്തും. So 0 to L, 0 to A വെച്ച് നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെയിൻ എനർജി U equal to integral 0 to L m² by 2 EI dx വരും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റിഗ്ലിയാനോ തിയറം ചെയ്യുന്നത്. കാസ്റ്റിഗ്ലിയാനോ തിയറം ഫോർ ഡിഫ്ലക്ഷൻ. തിയറം പറയുന്നത് in a linearly elastic structure, partial derivative of strain energy with respect to load is equal to deflection of that point. Where the load is acting, the deflection being measured in the direction of load. Dou Ui by dou P. Dou U, partial derivative of the strain energy by partial derivative with respect to load equal to deflection, and partial derivative of this moment is the slope. U is total strain energy and MP is the applied moment. P എന്ന് പറഞ്ഞാൽ നമ്മുടെ load. Delta is the deflection, അതിന്റെ corresponding ആയിട്ടുള്ള deflection, and theta is the rotation. So, ഒരു simply supported beam of a span L carries a concentrated load P at a distance A. ഒരു simply supported beam അത് ഒരു concentrated ആയിട്ടുള്ള load P എടുക്കുന്നുണ്ട് at a distance A from the left support. Find the deflection under using load using Castigliano theorem. Assume flexural rigidity. നമ്മുടെ EI ആണ് flexural rigidity. So നമ്മൾ ആദ്യം നമ്മുടെ റിയാക്ഷൻസ് ആയ RA RB കണ്ടുപിടിക്കണം. RA plus RB equal to P. So the PA equal to നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ PA minus RBL equal to 0. So RB equal to നമ്മുടെ നോർമൽ മൊമെന്റ് എടുക്കുന്ന RB equal to PA by L and RA equal to PB by L. So ഈ കാസ്റ്റിഗ്ലിയാനോ തിയറത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഈ ഒരു മൊമെന്റ് കാൽക്കുലേഷൻ ടേബിൾ ആണ്. ഇതിൽ ആദ്യം പൊസിഷൻ, ഒറിജിൻ, ലിമിറ്റ് ആൻഡ് നമ്മുടെ MX. സോ പൊസിഷൻ ഫസ്റ്റ് AC, നമ്മൾ ആ ഒരു പോയിന്റ് ആയിട്ടാണ് എടുക്കുക, A to C. അതിൽ ഒറിജിൻ നമ്മൾ എടുക്കുന്നത് A ആണ്. ദെൻ ലിമിറ്റ് 0 to A. അവിടെ വരുന്ന MX എന്ന് പറഞ്ഞാൽ RA into X. ഈ ഒരു ഡിസ്റ്റൻസിൽ RA into X which is equal to PBX by L. അടുത്തത് BC. BC അവിടെ ഒറിജിൻ ആയിട്ട് നമ്മൾ B എടുക്കുന്ന 0 to B ആണ് ലിമിറ്റ് വരുന്നത്. ആൻഡ് MX is equal to RB into X PAX by L. നമ്മൾ സ്ട്രെയിൻ എനർജി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ U is equal to integral 0 to L m² by 2 EI by EI into dx. So U equal to 0 to A PBX² by L whole square dx by 2 EI plus integral 0 to B PAX by L by 2 EI dx. ഇത് നമ്മൾ ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി ഡോ യു ബൈ ഡോ പി പാർഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു പി. സോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ PBX by L ഹോൾ സ്ക്വയറിൻ്റെ 2PBX by L ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിന് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ പി ചെയ്യും. സോ BX by L ഇൻറ്റു DX. സെയിം കേസ് തന്നെ 0 to B 2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് 2 into PAX by L into AX by L by 2 EI dx. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന
അങ്ങനെ നമുക്ക് അവിടെയുള്ള ഡിഫ്ലക്ഷൻ ആയിട്ട് PA²B²/3LEI എന്ന് കിട്ടും. അടുത്തത് ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് എ ഫ്രീ എൻഡ് ഓഫ് എ കാൻഡിലിവർ ബീം ക്യാരിങ് പോയിന്റ് ലോഡ് P അറ്റ് ഫ്രീ എൻഡ്. ഒരു കാൻഡിലിവർ ബീം ഉണ്ട്, അതിന്റെ ഫ്രീ എൻഡിൽ P എന്നൊരു ലോഡ് വരുന്നുണ്ട്. ഇതിന്റെ ഡിഫ്ലക്ഷൻ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കാണേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊമെന്റ് കാൽക്കുലേഷൻ ടേബിൾ വേണം. പൊസിഷൻ, ഒറിജിൻ, ലിമിറ്റ് ആൻഡ് mx. ഇതിൽ പൊസിഷൻ ആയിട്ട് നമ്മൾ AB ആകെ ഒരൊറ്റ AB എന്ന് എടുക്കാനുള്ളൂ. പിന്നെ B ആണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുക. റീസൺ, കാൻഡിലിവർ ബീമിൽ വരുമ്പോൾ നമ്മളെ ഫ്രീ എൻഡ് ആണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കേണ്ടത് ഫോർ ഷുവർ. ലിമിറ്റ് 0 to L ആൻഡ് mx ഈക്വൽ ടു എക്സിലേക്കുള്ള മൊമെന്റ് എടുക്കുമ്പോൾ -px. നമ്മൾ നമ്മുടെ സ്ട്രെയിൻ എനർജി ഇക്വേഷനിൽ U ഈസ് ഈക്വൽ ടു 0 to L m²/2 EI dx ചെയ്യുമ്പോൾ L² - px/2 EI dx. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന നമ്മുടെ ഡിഫ്ലക്ഷൻ ആയിട്ടുള്ള ΔB ഈക്വൽ ടു ∂U/∂P പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു P ചെയ്യുമ്പോൾ ΔB ഈക്വൽ ടു PL³ 3 EI നമ്മുടെ ഡിഫ്ലക്ഷൻ ആയിട്ട് B നമുക്ക് കിട്ടും.